Hi everyone, welcome to Roshni's Food and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെയും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു മത്തി റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. വാഴയിലയിൽ പൊരിച്ച മത്തി. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അല്ലേ? മത്തി എന്ന് വെച്ചാൽ നമുക്ക് മലയാളികൾക്കെല്ലാം ഒന്നിനൊന്ന് പ്രിയപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും ആണെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിലും മത്തി കിട്ടുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്യാം അല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വാഴയിലയിൽ മത്തി ഇന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ സമയമായിട്ടും കളയേണ്ട, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ മത്തി പൊരിച്ചെടുക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ വാഴയിൽ പൊരിച്ച മത്തിക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മത്തി ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ വിനാഗിരിയിൽ ഒന്ന് കഴുകി എടുത്തതാണ് കേട്ടോ. അപ്പൊ മത്തി ഞാനിവിടെ 10 നമ്മുടെ മത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചതച്ചെടുക്കണം, അരിയാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മുളക് പൊടി ഉണ്ട്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ മൊത്തമായിട്ട് വേണ്ട, കുറച്ച് മതി. പിന്നെ പറയാതെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ വാഴയിൽ പൊരിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മത്തി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ്, നമ്മുടെ മത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ചേർക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. അപ്പൊ ഞാനിവിടെ 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുളക് പൊടി ഇപ്പം കുറച്ചുകൂടെ കൂടുതൽ മസാല വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാമേ. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടില്ല നമ്മുടെ പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അപ്പൊ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയായിരുന്നു കേട്ടോ. അപ്പം 10 അല്ലി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്തതാണ്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് ഞാനിപ്പോൾ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ലെമൺ നാരങ്ങയാണ്. അപ്പോൾ കുറച്ച് ഞാനൊരു പകുതി കഷ്ണം നാരങ്ങയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ മത്തിയിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് മസാലയൊക്കെ തേച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനൊക്കെ വറുക്കുന്ന സമയത്ത് ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല വേഗം കരിഞ്ഞു പോകും. അത് മാത്രമല്ല മീനിന്റെ ആ രുചി അങ്ങോട്ട് നമുക്ക് ശരിക്കും ഉള്ള ഒരു രുചി നമുക്ക് കിട്ടത്തില്ല. അപ്പൊ എപ്പോഴും ഒരു മീഡിയം ലെവലിൽ മസാല തേച്ച് പിടിപ്പിക്കുക. മസാലയുടെ ടേസ്റ്റും നമുക്ക് കിട്ടണം, മീനിന്റെ ടേസ്റ്റും കിട്ടണം. അപ്പൊ ആ രണ്ടും ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടില്ല. ഒരു അത്യാവശ്യം മസാല തേച്ച് നമ്മുടെ മീനെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പൊ ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത് നമ്മുടെ വാഴയിലയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം അതിനുള്ള പരിപാടി സെറ്റാക്കി എടുക്കട്ടെ ഞാൻ. അപ്പൊ എന്തെങ്കിലും നമ്മുടെ മത്തി പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാനിന്റെ അകത്തേക്ക് നമ്മുടെ വാഴയില, നമ്മുടെ ഇല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്താണ് നമ്മൾ മത്തിയെ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക രുചിയുള്ളൂ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡിലോട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമുക്ക് മത്തിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കുറച്ച് ഉള്ളിയുടെ മിക്സറോടെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയും ഉപ്പുമാണ്. അപ്പം ആവശ്യത്തിന് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാകും കേട്ടോ. കാരണം ഒരുപാട് എരിവ് വേണ്ട, കാരണം നമ്മൾ മത്തിയിൽ ഓൾറെഡി മുളക് പൊടിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെ മിക്സറാണ് നമ്മൾ മത്തിയുടെ മുകളിലേക്ക് വിതറി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഉള്ളി മിക്സ് ചെയ്ത് വെച്ചിട്ട് ചതച്ച ഉള്ളിയും മുളക് പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വാഴയിലയിൽ പൊരിച്ച മത്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു കേട്ടോ, നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇട്ട ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറേ കുറഞ്ഞിട്ടുണ്ട്. മീനൊക്കെ അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മേളിൽ കാണുന്നത് കരിഞ്ഞല്ല കേട്ടോ, നല്ല മൊരിഞ്ഞതാണ്. ആ വാഴയിലയിൽ കിടന്ന് നല്ല മൊരിഞ്ഞതാണ്. ശരിക്കും ആ ഭാഗം കൊണ്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്, ആ മൊരിഞ്ഞ ആ ഭാഗം. കാരണം വാഴയിലയുടെ ഒരു ഫ്ലേവറൊക്കെ കൂടുതലുണ്ട്. ആ മസാലയും മീനും എല്ലാം കൂടെ കഴിയുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൊരിച്ച മത്തി, വാഴയിലയിൽ പൊരിച്ച മത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മത്തി പൊരിച്ചത്? അടിപൊളിയായിട്ടില്ലേ? ആ ഉള്ളിയും ആ വാഴയിലയുടെ ആ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.